അത് ഞാൻ അദ്ദേഹത്തിനെ സൂചിപ്പിച്ചത് പറഞ്ഞാൽ വേഗം മനസ്സിലാകും എന്നുള്ളതുകൊണ്ടാണ്. ബാങ്കിന്റെ പ്രവർത്തനത്തിലും അതുണ്ട്. നിങ്ങളെ ഒരു സാധാരണക്കാരൻ ഏത് ബാങ്കായാലും ശരി, അത്യാവശ്യത്തിന് കടം വാങ്ങിക്കാൻ തന്നാൽ ബാങ്ക് മാനേജര് അവരുടെ മുഖത്ത് നോക്കുന്നത് ചെറിയ കുട്ടികൾക്ക് വയറിളക്കാൻ അവിടെ നിന്ന് കൊടുത്താൽ മുഖമങ്ങനെയുണ്ട് അങ്ങനെയാണ്. എന്തിനാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ വരും ഇരിക്കും ചായ വേണം ചൊല്ലുന്നു ഒന്ന് പുഞ്ചിരിച്ചൂടെ? അറ്റ്ലീസ്റ്റ് കോളേജ് പുഞ്ചിരിയെങ്കിലും. നമ്മുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകണം, മൈൻഡ് സെറ്റിൽ മാറ്റമുണ്ടാകണം. നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റമില്ലാത്തതാണ് ഈ രംഗത്ത് മാത്രമല്ല സർവ്വരംഗത്തുള്ളവർ. ഭാരതീയന്റെ മനസ്സിൽ മാറ്റമുണ്ടാകണം. ഇവിടെ വളരെ വിമർശനം നടക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഭാരതത്തിന്റെ സാമ്പത്തിക നില പിന്നോക്കം പോയിരിക്കുന്നു. ഞാൻ കുറച്ചു കാലം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്നു. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഒരു ഗവൺമെന്റിനും ഇല്ല. നമുക്ക് അറിയണം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. എന്റെ പട്ടാളത്തിലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് വരും ഈ ഇത് തിന്നാൻ. പക്ഷേ അത് എങ്ങനെ സൂക്ഷിക്കാമെന്നറിയണം. ഇത്ര വലിയ റിസപ്ഷൻ ഉണ്ടായി സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യം ലോകത്ത്. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ GDP-യിൽ കാര്യമായ മാറ്റമുണ്ടായി? കാര്യമായ മാറ്റം ഉണ്ടായില്ല. കടം കൊടുക്കുന്നതിനും കടം വാങ്ങുന്നതിനും കാര്യമായ മാറ്റം ഉണ്ടായില്ല. കടം വാങ്ങിക്കാൻ മടിയുണ്ടായിരുന്നു, കൊടുക്കാനും മടിയുണ്ടായിരുന്നു. ലോകത്ത് പല രാജ്യങ്ങളും കൂട്ടിയപ്പോൾ അമേരിക്ക അടക്കം, ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതത്തിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ശാഖ കൂടി പൂട്ടിയില്ല. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത. ക്രിറ്റിസിസം ഇറ്റ് ഈസ് വെരി ഈസി. നല്ല നീളമുള്ള ഒരു നാക്കും നാണമില്ലെങ്കിൽ ആരെ കുറിച്ചും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ നമുക്കത് കാതലായിട്ടുണ്ടാകണം, കാതലായ അഭിപ്രായങ്ങൾ ഉണ്ടാകണം, ട്രാൻസ്ലേഷൻ ഉണ്ടാകണം. വിമർശനം ആവശ്യമാണ്. വിമർശനം ആവശ്യമില്ല എന്നാർക്കും അഭിപ്രായമില്ല. ഞാൻ ഈ അവസരത്തിൽ ഇത് പറയാനുള്ള പ്രധാനമായ ഒരു കാരണം, ഇന്ത്യ രാജ്യത്ത് വരുന്ന സമ്പത്തും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്ന സമ്പത്തും ഇന്ത്യ രാജ്യത്ത് ബിലോ പോവർട്ടി ലൈനിൽ താഴെ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് കലവറയില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സംഭാവനയല്ല, ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങളുണ്ടാകും. ഞാൻ മഹാരാഷ്ട്രയിലുള്ളപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല പ്രധാനമന്ത്രിമാരും വരും. ഡൽഹിയിൽ വരുന്നവരൊക്കെ ബോംബെയിലും വരും. അവരോട് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യ കേട്ടാൽ പിന്നെ 5 നിമിഷം അവർ മുൻപില്ല. വാട്ട്സ് യുവർ പോപ്പുലേഷൻ? 3 ലക്ഷം 4 ലക്ഷം. നമ്മളൊരു വാർഡിലല്ല അല്ലേ ബാബു? നമ്മളെല്ലാം 123-124 ലക്ഷമായി. ചൈന കഴിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ. ഇവരെ നമുക്ക് നമ്മളോടൊപ്പം ആരാ നമ്മള് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നമ്മളോടൊപ്പം കൊണ്ടുവരാൻ അതാണ്
സാമ്പത്തിക മേഖലയിൽ മാറ്റമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനമായ ആവശ്യം. അതിന് ബാങ്കുകളുടെ, സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അനിവാര്യമാണ്. ടാറ്റയ്ക്കും ബിർളയ്ക്കും റിലയൻസിനൊന്നും നമ്മളുടെ ആരെയും സഹായം ഇപ്പം ആവശ്യമില്ല. അവരുടെ ആവശ്യം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ അത് അന്റിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുള്ളി അറിയുന്നു. അതാണ് ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം നമ്മളുടെ പ്രവർത്തനവും മാറ്റം വരുത്തണം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ ബാങ്കുകളിൽ നിന്ന് ഉണ്ടാകും. അതിന് ഹെസിറ്റേഷൻ പാടില്ല. ഇനി അഥവാ 10-200 രൂപ കടം മേടിക്കുന്ന ഒരുത്തൻ തന്നില്ലെങ്കിൽ 10-20-3 കോടി കടം മേടിച്ചിട്ട് തരാതെ അഭിമാനത്തോടു കൂടി നടക്കുന്ന എത്ര മാന്യന്മാരുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. റൈറ്റ് ഓഫ് ചെയ്യല്ലേ ചെയ്യുന്നത്, എഴുതിത്തള്ളയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഷമം, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കൂടി പോലും ഭാരതത്തിലെ, ഇന്ത്യ രാജ്യത്തിലെ സാമ്പത്തിക സ്ഥിതി സുദൃഢമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെയും അതായിരിക്കും എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നമുക്കത് എന്താണ് എന്ന് പരിശോധിക്കണം. ഇവിടെ നിന്ന് അവാർഡ് കൊടുക്കുന്നവർക്കും ഈ ബാങ്കിൻ്റെ ക്ലബിൽ പ്രവർത്തിക്കുന്നവർക്കും ഭാവിയിലും കൂടെ ക്ലബ്ബുകളും ഈ പ്രവർത്തനവും മറ്റ് സംസ്ഥാനത്തിലേക്കും വ്യാപിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. Thank you, sir, for that very enlightening talk. I'd like to call upon Sri K.U. Balakrishnan, General Secretary, to give the report of the State Forum of Bankers Club. President, State Forum of Bankers Club Kerala, Sri Shivadasan P. Pillai, Chief Guest of today's function, His Excellency Sri Shankar Narayanan, Governor of Maharashtra, Guest of Honor, Sri K. Babu, Honorable Minister, Government of Kerala, Padma Shri Bharat Mamati, galaxy of dignitaries and invitees, one and of the dais, fellow bankers, friends from print and electronic media, ladies and gentlemen. Good evening to you all. I am indeed privileged to present before you a report on the activities of State Forum of Bankers Club Kerala for the year 2011-12. The apex body, State Forum of Bankers Club Kerala, has scaled outstanding heights within a period of 6 years of its existence. It has grown beyond our expectations and was well received by the bankers all over the country. We could streamline many issues of our fellow bankers, and our dedication has found acceptance from one and all. Our main task was to create an era of togetherness and oneness among the banking fraternity. We have created high standard of personal value and professional ethics among the banking fraternity. We could succeed in all our attempt, and State Forum of Bankers Club has become one of the vital organizations in the state of Kerala. We encourage affiliate clubs to enter into social and welfare activities in rural and underdeveloped areas, and also in promoting healthy and competitive environment among bankers by instituting various awards of excellence. Over the years, banking sector in our country witnessed tremendous increase in business both in volume and number of branches, culminating in unhealthy competitions ignoring basic ethics of banking. Increase in bad loans and frauds and fraudulent transactions has become main concern of banks today.
One of the objectives of SFBCK, that is State Forum of Bankers Club Kerala, is to inculcate professional skills, ethics, expertise, and sharing of experience amongst fellow bankers. SFBCK have been arranging seminars, discussion classes, and talks on various topics by inviting eminent personalities from different walks of life, especially from banking and financial sector. With the support and guidance from executives of various banks, we could succeed in our endeavor, and the State Forum of Bankers could carve a niche for itself. Some of the major programs organized by State Forum of Bankers are felicitations to stalwarts from banking and financial sector, seminar on global meltdown and its impact on Indian economy, pre-budget discussions and seminar on union budget, presentation of lifetime achievement award, presentation of banking excellence award and businessman of the year award. To analyze the effect of global meltdown of Indian economy, the State Forum of Bankers of Kerala organized seminar on global meltdown at various centers of Kerala. Pre-budget discussion and seminars were also arranged at selected centers of Kerala. Eminent chartered accountants and management consultants participated in these seminars. The Banking Excellence Award and Businessman of the Year 2011 function was held at Hotel Gateway, Ernakulam on Saturday, 17 December 2011. Professor K.V. Thomas, Honorable Minister of State for Consumer Affairs, Food and Public Distribution System, inaugurated that program. Padma Shri Dr. B. Ravi Pillai, noted NRI businessman and philanthropist, was the Businessman of the Year 2011. Finance Minister Sri K.M. Mani delivered the keynote address, and Sri K. Babu, Honorable Minister for Port, Excise and Fisheries, released the sovereign. Justice B.R. Krishnaiyer, Sri Sheikh Khalid Alias, District Collector, Padma Shri Dr. B. Ravi Pillai, Padma Shri Dr. B.R. Shetty, Sri N.S. Srinath, Executive Director, Bank of Baroda, Dr. B.A. Joseph, MD and CEO, South Indian Bank, Sri Paul Abraham, Chief Operating Officer, IndusInd Bank, Sri Kala Subramanian, Chairman, City Union Bank, and so on, graced the function. Another mega event which SFBCK organized was the presentation of Lifetime Achievement Award to Sri M.B. Nair, former Chairman and Managing Director, Union Bank of India. Mr. Shyam Srinivasan, MD and CEO, Federal Bank, and Dr. B.A. Joseph, MD and CEO, South Indian Bank, jointly presented the award to Sri M.B. Nair. The fellow banker, the quarterly in-house newsletter of our organization, helped the bankers to enrich their knowledge, skill, and expertise. The year 2011, the award has already been declared that the award will be presented in this function. That area, I am not entering into that area. With this, once again, thank you all. Thank you. Thank you very much, Sri K. Balakrishnan, General Secretary, for the report of the State Forum of Bankers Club. Well, ladies and gentlemen, it is now time for us to start with the award distribution ceremony of the Banking Excellence Award 2011-2012. ആദ്യത്തെ 3 awards നൽകുന്നത് His Excellency Sri K. Shankar Narayanana, Governor of Maharashtra. We will start with the Best Public Sector Bank. And Susan will help us figure out which one that is. It's actually quite a credit because it's consecutively for the second time that this bank is winning the Best Public Sector Bank. Any guesses? Say it, you know the answer. They're not sure. Yes, absolutely. Bank of Baroda.